ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും, അതായത് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ സാബുനരി പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ സാബുനരി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചവ്വരി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, സാബുനരി ഇതും പറയും, ഓരോ സ്ഥലത്ത് ഓരോ പേരിൽ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കണം. ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 2 കപ്പ് അളവിൽ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഒരു 2 മണിക്കൂർ വേണം നമുക്കൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. അങ്ങനെ ഒരു 2 മണിക്കൂർ ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും സോഫ്റ്റായിട്ടായിരിക്കും പിന്നെ നമ്മുടെ സാബുനരി ഉണ്ടാവുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ കടലപ്പരിപ്പാണ്. നമ്മൾ പായസമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ കടലപ്പരിപ്പ്, അത് തന്നെയാണ്. വടപ്പരിപ്പിൽ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. വടപ്പരിപ്പോ സാമ്പാർ പരിപ്പോ എടുക്കരുത്, എങ്കിൽ പിന്നെ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ പേരിൽ കടലപ്പരിപ്പ് തന്നെ എടുത്തേക്കണം. 2-3 തവണ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെയും ഇതൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഈ കുക്കറിൽ ഇപ്പോൾ 5 വിസിൽ വരുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഈ കടലപ്പരിപ്പ് ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഓരോ കുക്കറിനും വിസിലിൻ്റെ അളവ് കൂടുകയും കുറയൊക്കെ ചെയ്യും. നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു 5 വിസിൽ വരുത്തിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു 5 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലുള്ള ആ ഒരു പ്രഷറൊന്നും കളയാൻ വേണ്ടി നിൽക്കരുത്. ഉടൻ തന്നെ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്നൊന്ന് പോകട്ടെ. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതിയാവും. അല്ലാതെ നമുക്ക് നല്ലതുപോലെ വറ്റിക്കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ശർക്കരയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതായത് നമുക്കിത് ഉടച്ചെടുക്കാൻ പരുവത്തിന് ഇതൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു തവി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോ സ്മാഷർ കൊണ്ടോ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ സാബുനരി, അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. നമ്മുടെ ഈ സാബുനരി വേകാനും മാത്രം ആവശ്യമായിട്ടുള്ള ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടി വെക്കുകയാണ്. ഇനി ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഈ സാബുനരിയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് മാത്രം നമ്മളതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സാബുനരി വെന്ത് കിട്ടിക്കോളും. കാരണം നമ്മളിത് കുതിർത്തെടുത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സാബുനരിയെല്ലാം നല്ലതുപോലെ കണ്ണാടി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അരിച്ചെടുത്ത ശർക്കര പാനിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കാവുന്നതാണ്. ഇനി ഈ ശർക്കര പാനിയിൽ വേണം നമ്മുടെ ഈ പായസം നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരല്പം ലൂസായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ശർക്കര പാനിൽ കിടന്നിട്ട് വേണം കേട്ടോ പിന്നീട് ഈ കടലപ്പരിപ്പും സാബുനരി എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരല്പം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഇത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച്, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുറുകി കിട്ടും. അതിൻ്റെ പേരിൽ ഒരുപാട് നമ്മളിത് വറ്റിക്കേണ്ട ആവശ്യമില്ല.
ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ശർക്കര പാനിയും അതിലുണ്ടായിരുന്ന ആ വെള്ളം എല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ടിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ഇതൊന്ന് കുറുക്കി എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത്രയും സമയം ഫ്ലെയിം മീഡിയത്തിലായിരുന്നു വെച്ചിരുന്നത്. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഒന്നാം തേങ്ങാപ്പാലാണ് കേട്ടോ. ആ തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാൽ ചേർക്കരുത്. പശുവിൻ പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയാണ്, അതങ്ങ് പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ആ ഒരു രീതിക്ക് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ നോക്കിയിട്ട് വേണം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തിളക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഏലക്കയുടെ കുരു മാത്രമാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. കൂടെ തന്നെ നമ്മുടെ ഈ മധുരമെല്ലാം നല്ലതുപോലെ ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ സാബുനരി പായസം നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ സാബുനരിയുടെയും ആ കടലപ്പരിപ്പിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ്, തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ വിശേഷിച്ചുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴോ നല്ലൊരു പായസം കുടിക്കണം തോന്നുമ്പോഴേക്ക് ഇതുപോലെ ഒരു പായസം നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.